PSC ക്രൗണിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ HSA സോഷ്യൽ സയൻസിന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സാണ് കേട്ടോ. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ HSA സോഷ്യൽ സയൻസിന് വേണ്ടി സിലബസ് അടിസ്ഥാനത്തിലുള്ള ക്ലാസ്സുകൾ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ HSA സോഷ്യൽ സയൻസിന് സിലബസ് അടിസ്ഥാനത്തിലുള്ള ക്ലാസ്സാണ് ചെയ്യുന്നത്. HSA സോഷ്യൽ സയൻസിന് വേണ്ടി നമുക്കൊരു വാട്സപ്പ് ഗ്രൂപ്പുണ്ട്. ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ള എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ജോയിൻ ചെയ്യാവുന്നതാണ്. ആദ്യമായിട്ട് ഈ ഒരു ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഈ ഒരു കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ സിലബസ് അടിസ്ഥാനത്തിലുള്ള ഏത് ടോപ്പിക്ക് പഠിച്ചു? മൗര്യഗുപ്ത സാമ്രാജ്യത്തെക്കുറിച്ചിട്ടാണ് നമ്മൾ നോക്കി പോന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ മൗര്യ സാമ്രാജ്യത്തെക്കുറിച്ചും ചന്ദ്രഗുപ്ത മൗര്യനെക്കുറിച്ചും ചാണക്യനെക്കുറിച്ചും ബിന്ദുസാറിനെക്കുറിച്ചും അശോകനെക്കുറിച്ചും ഒക്കെ നമ്മൾ നോക്കി. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന സാമ്രാജ്യമാണ് ഏത്? ക്ലാസ് നമുക്ക് പ്രധാനപ്പെട്ടൊരു സാമ്രാജ്യം പഠിക്കാനായിട്ടുണ്ട്. അതാണ് ഗുപ്തരാജവംശം. ഇന്നത്തെ ക്ലാസ് നമ്മൾ ഗുപ്തരാജവംശത്തെക്കുറിച്ചിട്ടാണ് പഠിക്കുന്നത്. ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും LP UP ഇൻ്റർവ്യൂ ഉണ്ടെങ്കിൽ ഇൻ്റർവ്യൂവിന് വേണ്ടി നമ്മൾ ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് തയ്യാറാക്കിയിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷൻ ബോക്സ് നമ്പറിൽ വാട്സപ്പിൽ LP UP ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻ ബാങ്ക് എന്ന് മെസ്സേജ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ബാങ്ക് ലഭിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമുക്ക് എന്തിനെക്കുറിച്ച് പഠിക്കാം? ഗുപ്തരാജവംശത്തെക്കുറിച്ച് പഠിക്കാം. അപ്പോൾ മൗര്യഭരണത്തിൻ്റെ തകർച്ചയ്ക്ക് ശേഷം AD 4-ാം നൂറ്റാണ്ടോടെ ഗംഗാ തടത്തിൽ ഉയർന്നു വന്ന രാജവംശമാണ് ഗുപ്തരാജവംശം. അപ്പോൾ ഈ ഗുപ്തരാജവംശം എന്നാ നിലവിൽ വന്നത്? AD 4-ാം നൂറ്റാണ്ടോടെയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ക്ലാസ്സിൽ ഗുപ്തരാജവംശമാണ് പഠിക്കാൻ എടുത്തേക്കുന്നത്. അതിൽ എന്നാണ് ഈ ഗുപ്തരാജവംശം നിലവിൽ വന്നത്? AD 4-ാം നൂറ്റാണ്ടിലാണ് ഗംഗാതടത്തിൽ ഉയർന്നു വന്ന രാജവംശം. അതായത് മൗര്യഭരണത്തിൽ തകർച്ചയ്ക്ക് ശേഷമാണ് എന്ത് വരുന്നത്? ഗുപ്തരാജവംശം വരുന്നത്. പ്രാചീന ഇന്ത്യ ചരിത്രത്തിൽ സുവർണ കാലഘട്ടം എന്നറിയപ്പെടുന്ന ഗുപ്ത കാലഘട്ടമാണ് കേട്ടോ. പ്രാചീന ഇന്ത്യ ചരിത്രത്തിൻ്റെ സുവർണ കാലഘട്ടം എന്നറിയപ്പെടുന്ന കാലഘട്ടം ചോദിക്കുവാണെങ്കിലോ അതും ഏത് തന്നെയാണ്? ഗുപ്ത കാലഘട്ടമാണ്. ഏതാണ്? ഗുപ്ത കാലഘട്ടമാണെന്ന് ഓർക്കുക. ക്ലാസിക്കൽ കാലഘട്ടം എന്നും ഇത് അറിയപ്പെടുന്നു. എന്തെന്നും ഇത് അറിയപ്പെടുന്നുണ്ട്? ക്ലാസിക്കൽ കാലഘട്ടം എന്തെന്നറിയപ്പെടുന്നു? ക്ലാസിക്കൽ കാലഘട്ടം എന്നും എന്തറിയപ്പെടുന്നുണ്ട്? നമ്മുടെ ഈ ഒരു ഗുപ്ത കാലഘട്ടം അറിയപ്പെടുന്നുണ്ട്. അതുപോലെ ഇന്ത്യയിലെ വിഗ്രഹ ആരാധന ഏറ്റവും കൂടുതൽ പ്രചാരം നേടിയത് ഗുപ്ത കാലഘട്ടത്തിലാണ്. ഇന്ത്യയിൽ വിഗ്രഹ ആരാധന ഏറ്റവും കൂടുതൽ പ്രചാരത്തിലായത് ഏത് ഘട്ടത്തിലാണ്? ഗുപ്ത കാലഘട്ടത്തിലാണ്. അതുപോലെ പൂജ്യവും ദശാംശ സമ്പ്രദായവും കണ്ടുപിടിച്ചത് ഗുപ്ത കാലഘട്ടത്തിലാണ്. പൂജ്യവും ദശാംശ സമ്പ്രദായവും കണ്ടുപിടിച്ചത് ഗുപ്ത കാലഘട്ടത്തിലാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സ്വർണ്ണ നാണയങ്ങൾ പുറത്തിറങ്ങിയതും ഗുപ്ത കാലഘട്ടത്തിലാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സ്വർണ്ണ നാണയങ്ങൾ പുറത്തിറങ്ങിയത് ഏത് കാലഘട്ടത്തിലാണ്? ഗുപ്ത ഭരണ കാലഘട്ടത്തിലാണെന്നാണ് പറയപ്പെടുന്നത്. ഗുപ്ത കാലഘട്ടത്തെക്കുറിച്ച് സൂചനകൾ നൽകിയ ചുമർ ചിത്രങ്ങൾ കാണപ്പെടുന്ന ഗുഹ അജന്ത ഗുഹയാണ് കേട്ടോ. അജന്ത ഗുഹയിലാണ് ഗുപ്ത കാലഘട്ടത്തെക്കുറിച്ചുള്ള സൂചനകൾ നൽകിയിട്ടുള്ള ചുമർ ചിത്രങ്ങൾ കാണപ്പെടുന്നത്. അപ്പോൾ ഓർക്കുക എന്തൊക്കെയാണ് ഗുപ്തരാജവംശത്തിൻ്റെ പ്രത്യേകത? മൗര്യ സാമ്രാജ്യം തകർച്ചയ്ക്ക് ശേഷം AD 4-ാം നൂറ്റാണ്ടിലൂടെ ഗംഗാതടത്തിൽ ഉയർന്നു വന്ന രാജവംശം. പറഞ്ഞേ എന്താണ്? മൗര്യഭരണത്തിന് തകർച്ചയോ ശേഷം AD 4-ാം നൂറ്റാണ്ടോടെ ഗംഗാതടത്തിൽ ഉയർന്നു വന്ന രാജവംശമാണ് ഏത്? ഗുപ്തരാജവംശം. പ്രാചീന ഇന്ത്യ ചരിത്രത്തിൽ സുവർണ കാലഘട്ടം. പ്രാചീന ഇന്ത്യ ചരിത്രത്തിൽ സുവർണ കാലഘട്ടം എന്നറിയപ്പെടുന്നത് ഗുപ്ത കാലഘട്ടമാണ്. ക്ലാസിക്കൽ കാലഘട്ടം എന്നറിയപ്പെടുന്നതും ഗുപ്ത കാലഘട്ടമാണ്. അതുപോലെ ഇന്ത്യയിലെ വിഗ്രഹ ആരാധന ഏറ്റവും കൂടുതൽ പ്രചാരം നേടിയത് ഗുപ്ത കാലഘട്ടത്തിലാണ്. അതുപോലെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സ്വർണ്ണ നാണയങ്ങൾ പുറത്തിറങ്ങിയതും ഗുപ്ത കാലഘട്ടത്തിലാണ്. അതുപോലെ പൂജ്യവും ദശാംശ സമ്പ്രദായം കണ്ടുപിടിച്ച കാലഘട്ടം ഗുപ്ത കാലഘട്ടത്തെ സൂചന നൽകിയ ചുമർ ചിത്രങ്ങൾ കാണപ്പെടുന്ന അജന്ത ഗുഹയിലാണ് എന്നുകൂടി നിങ്ങൾ ഇതിൻ്റെ കൂടെ ഒന്ന് ഓർത്തിരിക്കണം കേട്ടോ. അതുപോലെ തന്നെ ഗുപ്തരാജവംശ സ്ഥാപകൻ ആരാണ്? ഗുപ്തരാജവംശ സ്ഥാപകൻ എന്ന് പറയുന്നത് ശ്രീഗുപ്തനാണ്. ആരാണ്? ശ്രീഗുപ്തനാണ് ഗുപ്തരാജവംശ സ്ഥാപകൻ. എന്താണ്? ഗുപ്തരാജവംശ സ്ഥാപകൻ എന്ന് പറയുന്നത് ശ്രീഗുപ്തനാണ്. ഗുപ്ത സാമ്രാജ്യ സ്ഥാപകൻ ചോദിക്കുകയാണെങ്കിലോ ഗുപ്ത സാമ്രാജ്യ സ്ഥാപകൻ ചോദിക്കുകയാണെങ്കിൽ ചന്ദ്രഗുപ്തൻ ഒന്നാമനാണ് എന്ത് ചെയ്യുന്നത്? ഗുപ്ത സാമ്രാജ്യ സ്ഥാപകൻ. ഗുപ്തന്മാരുടെ ഔദ്യോഗിക ഭാഷ ചോദിക്കുകയാണെങ്കിൽ സംസ്കൃതമാണ് കേട്ടോ. സംസ്കൃതമാണ് ഗുപ്തന്മാരുടെ ഔദ്യോഗിക ഭാഷയായിട്ട് വരുന്നത്. ഗുപ്തന്മാരുടെ ഔദ്യോഗിക മുദ്ര ചോദിക്കുകയാണെങ്കിൽ ഗരുഡനാണ്. ആരാണ്? ഗരുഡനാണ് ഈ ഗുപ്തന്മാരുടെ
ഔദ്യോഗിക മുദ്ര എന്ന് പറയുന്നത്. ഇനി ഗുപ്തന്മാരുടെ തലസ്ഥാനം ചോദിക്കുകയാണെങ്കിൽ പ്രയാഗാണ്. ഏതാണ്? പ്രയാഗാണ്. അപ്പോൾ ഗുപ്ത രാജവംശ സ്ഥാപകൻ എന്താണ്? ഗുപ്ത രാജവംശ സ്ഥാപകൻ ശ്രീഗുപ്തനാണ്. ആരാണ്? ഗുപ്ത രാജവംശ സ്ഥാപകൻ ശ്രീഗുപ്തനും ഗുപ്ത സാമ്രാജ്യ സ്ഥാപകൻ, മാറിപ്പോവരുത്, ഗുപ്ത രാജവംശ സ്ഥാപകൻ ചോദിക്കുകയാണെങ്കിൽ ശ്രീഗുപ്തനും ഗുപ്ത സാമ്രാജ്യ സ്ഥാപകൻ ചോദിക്കുകയാണെങ്കിലോ ചന്ദ്രഗുപ്ത ഒന്നാമനുമാണ്. ഗുപ്തന്മാരുടെ ഔദ്യോഗിക ഭാഷ ഏതാ? ഇപ്പം തന്നെ പഠിച്ചു വയ്ക്കുക. ഏതാ? സംസ്കൃതമാണ്. ഏതാണ്? സംസ്കൃതമാണ്. ഗുപ്തന്മാരുടെ ഔദ്യോഗിക മുദ്ര ഏതാണ്? ഗരുഡനാണ്. ഏതാണ്? ഗരുഡനാണ്. ഗുപ്തന്മാരുടെ തലസ്ഥാനം ചോദിക്കുകയാണെങ്കിലോ പ്രയാഗാണ്. ഏതാണ്? പ്രയാഗാണ്. ഇനി നമ്മൾ പറഞ്ഞിരുന്നു ഗുപ്തരാജ്യത്തിൻ്റെ സ്ഥാപകൻ ആരാണ്? ശ്രീഗുപ്തനാണ്. ഗുപ്ത സാമ്രാജ്യ സ്ഥാപകനോ ചന്ദ്രഗുപ്ത ഒന്നാമനാണ്. ഇനി ഈ പ്രധാനപ്പെട്ട ഗുപ്ത രാജവംശത്തിലെ പ്രധാന ഭരണാധികാരികൾ നോക്കിക്കഴിഞ്ഞാൽ ആരൊക്കെയാണത്? ചന്ദ്രഗുപ്തൻ ഒന്നാമൻ, സമുദ്രഗുപ്തൻ, ചന്ദ്രഗുപ്ത രണ്ടാമൻ, കുമാരഗുപ്തൻ ഒന്നാമൻ, സ്കന്ദഗുപ്തൻ എന്നിവരാണ് ഈ ഗുപ്ത സാമ്രാജ്യത്തിലെ ഏറ്റവും പ്രശസ്തരായിട്ടുള്ള ഭരണാധികൾ. ആരൊക്കെയാണ് ഏറ്റവും പ്രധാന രാജാക്കന്മാർ? ചന്ദ്രഗുപ്തൻ ഒന്നാമൻ, സമുദ്രഗുപ്തൻ, ചന്ദ്രഗുപ്ത രണ്ടാമൻ, കുമാരഗുപ്തൻ ഒന്നാമൻ, സ്കന്ദഗുപ്തൻ എന്നിവരാണ് ഈ ഗുപ്ത സാമ്രാജ്യത്തിലെ ഏറ്റവും പ്രശസ്തരായിട്ടുള്ള ഭരണാധികാരികൾ. അത് നമുക്ക് ചന്ദ്രഗുപ്ത ഒന്നാമനെക്കുറിച്ചൊന്ന് നോക്കാം. ചന്ദ്രഗുപ്ത ഒന്നാമനെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം. ഗുപ്ത രാജവംശത്തിലെ ആദ്യത്തെ പ്രധാന രാജാവാണ് ചന്ദ്രഗുപ്തൻ ഒന്നാമൻ. അപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു ഗുപ്ത സാമ്രാജ്യ സ്ഥാപകനാണ്. എന്താണ്? ഗുപ്ത സാമ്രാജ്യ സ്ഥാപകനാണെന്ന് നമ്മൾ പറഞ്ഞല്ലേ. ഗുപ്ത സാമ്രാജ്യത്തിലെ യഥാർത്ഥ സ്ഥാപകൻ എന്നറിയപ്പെടുന്നത് ചന്ദ്രഗുപ്തൻ ഒന്നാമതാണ്. അപ്പോൾ ഗുപ്ത സാമ്രാജ്യത്തിലെ യഥാർത്ഥ സ്ഥാപകൻ എന്നും ആരറിയപ്പെടുന്നുണ്ട്? ചന്ദ്രഗുപ്തൻ ഒന്നാമൻ അറിയപ്പെടുന്നുണ്ട്. ചന്ദ്രഗുപ്തൻ ഒന്നാമൻ അധികാരത്തിൽ വന്നത് AD 320 കേട്ടോ. AD 320 അദ്ദേഹം അധികാരത്തിൽ വരുന്നത്. ഗുപ്തവർഷം ആരംഭിച്ച ഭരണാധികാരി ചന്ദ്രഗുപ്തൻ ഒന്നാമനാണ്. ഗുപ്തവർഷം ആരംഭിച്ച ഭരണാധികാരി ചന്ദ്രഗുപ്ത ഒന്നാമനാണ്. അപ്പോൾ ചന്ദ്രഗുപ്ത ഒന്നാമന് പ്രത്യേകത എന്തൊക്കെയാണ്? ഗുപ്ത രാജവംശത്തിലെ ആദ്യത്തെ പ്രധാന രാജാവ്. ഗുപ്ത രാജവംശത്തിലെ ആദ്യത്തെ പ്രധാന രാജാവാണ്. ഗുപ്ത സാമ്രാജ്യത്തിൻ്റെ യഥാർത്ഥ സ്ഥാപകൻ എന്നറിയപ്പെടുന്നത് ചന്ദ്രഗുപ്തൻ ഒന്നാമനാണ്. ചന്ദ്രഗുപ്തൻ ഒന്നാമൻ അധികാരത്തിൽ വന്നത് എന്നാണ്? AD 320 എന്നാണ്? AD 320. ഗുപ്തവർഷം ആരംഭിച്ച ഭരണാധികാരി ചന്ദ്രഗുപ്തൻ ഒന്നാമനാണ്. ഗുപ്തവംശം ആരംഭിച്ചത് ചന്ദ്രഗുപ്ത ഒന്നാമനാണ്. ഗുപ്തവർഷം ആരംഭിച്ച ഭരണാധികാരി എന്നുകൂടി ഓർക്കുക. ഇനി നമുക്ക് സമുദ്രഗുപ്തനെ കുറിച്ച് നോക്കാം. ചന്ദ്രഗുപ്തൻ ഒന്നിനു ശേഷം അധികാരത്തിൽ വന്നതാണ് സമുദ്രഗുപ്തൻ. അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്ന അടുത്ത ആളാരാണ്? സമുദ്രഗുപ്തനാണ്. സമുദ്രഗുപ്തൻ്റെ പ്രത്യേകത എന്തൊക്കെയാണ്? ചന്ദ്രഗുപ്തൻ ഒന്നാമന് ശേഷം അധികാരത്തിൽ വന്നു. സമുദ്രഗുപ്തൻ ഒന്നാമന് ശേഷം അധികാരത്തിൽ വന്നു. ഗുപ്ത സാമ്രാജ്യത്തിലെ ഏറ്റവും ശക്തനായ ഭരണാധികാരി ആയിരുന്നു ആര്? സമുദ്രഗുപ്തൻ. തെക്കേ ഇന്ത്യയിൽ ആക്രമണം നടത്തിയ ഗുപ്ത ഭരണാധികാരിയാണ് സമുദ്രഗുപ്തൻ. വീണവായനയിൽ തൽപരനായ ഗുപ്തരാജാവാണ്. ഇന്ത്യൻ നെപ്പോളിയൻ എന്നറിയപ്പെടുന്ന ഗുപ്തൻ രാജാവ്. സമുദ്രഗുപ്തനെ ഇന്ത്യൻ നെപ്പോളിയൻ എന്ന് വിശേഷിപ്പിച്ചത് വിൽസന്റ് സ്മിത്ത് ആണ് കേട്ടോ. സമുദ്രഗുപ്തനെ ഇന്ത്യൻ നെപ്പോളിയൻ എന്ന് വിശേഷിപ്പിച്ച ചരിത്രകാരനാണ് ആര്? വിൽസന്റ് സ്മിത്ത്. ഇനി നാണയങ്ങൾ വീണ് വായിക്കുന്നതായി പ്രത്യക്ഷപ്പെട്ട ഗുപ്തരാജാവ്. നാണയങ്ങളിൽ വീണ വായിക്കുന്നതായി പ്രത്യക്ഷപ്പെട്ട ഗുപ്തരാജാവ് സമുദ്രഗുപ്തനാണെന്ന് ഓർക്കുക കേട്ടോ. അതുപോലെ തന്നെ യൂപ്പ എന്ന പ്രത്യേക ശൈലിയിൽ സ്വർണ്ണ നാണയം ഇറക്കിയ ഭരണാധികാരി. പ്രത്യേക ശൈലിയിൽ സ്വർണ്ണ നാണയം ഇറക്കിയ ഭരണാധികാരി കൂടിയാണ് സമുദ്രഗുപ്തൻ. അതുപോലെ അലഹബാദ് ശാസനത്തിൽ നിർമ്മാതാവായ സമുദ്രഗുപ്തൻ്റെ പ്രശസ്തമായ മന്ത്രിയാണ് ഹരിസേനൻ. സമുദ്രഗുപ്തൻ്റെ പ്രശസ്തനായിട്ടുള്ള മന്ത്രി ചോദിക്കുകയാണെങ്കിൽ അത് ഏതാണ്? അത് ഹരിസേനനാണ് കേട്ടോ. അതുപോലെ മറ്റുള്ള പ്രത്യേകതകൾ എന്തൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ? ഒന്ന് ഓർത്ത് നോക്കിക്കേ. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും അറിയാമോ? ദേവന്മാർക്ക് തുല്യൻ എന്ന വിശേഷണമുള്ള ഭരണാധികാരി. ദേവന്മാർക്ക്
തുല്യൻ എന്ന് വിശേഷണമുള്ള ഭരണാധികാരിയാണ്. അതുപോലെ കവിരാജ എന്നറിയപ്പെടുന്ന ഗുപ്ത രാജാവ്. കവിരാജ എന്തെന്നും അറിയപ്പെടുന്നു? കവിരാജ എന്നറിയപ്പെടുന്ന ഭരണാധികാരിയാണ്. അതുപോലെ തന്നെ 100 യുദ്ധങ്ങളുടെ നായകൻ എന്നറിയപ്പെടുന്നു. 100 യുദ്ധങ്ങളുടെ നായകൻ എന്ന സമുദ്രഗുപ്തനെ വിശേഷിപ്പിച്ച് ഹരിസേനാണ് കേട്ടോ. 100 യുദ്ധങ്ങളുടെ നായകൻ എന്നറിയപ്പെടുന്നു. 100 യുദ്ധങ്ങളുടെ നായകൻ എന്ന് സമുദ്രഗുപ്തനെ വിശേഷിപ്പിച്ചത് ഹരിസേനാണെന്ന് ഓർക്കുക. സമുദ്രഗുപ്തൻ്റെ സമകാലീനായിരുന്ന ശ്രീലങ്കൻ രാജാവ് മേഘവർണ്ണനാണ്. സമുദ്രഗുപ്തൻ്റെ സമകാലീനായിരുന്ന ശ്രീലങ്കൻ രാജാവ് ചോദിക്കുവാണെങ്കിൽ മേഘവർണ്ണനാണെന്ന് കൂടി ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ സമുദ്രഗുപ്തനെക്കുറിച്ച് നോക്കി. സമുദ്രഗുപ്തൻ ഒന്നാമന് ശേഷം അധികാരത്തിൽ ചന്ദ്രഗുപ്തൻ ഒന്നാമന് ശേഷം അധികാരത്തിൽ വന്ന വ്യക്തിയാണ് സമുദ്രഗുപ്തൻ. ഗുപ്ത സാമ്രാജ്യത്തിലെ ഏറ്റവും ശക്തനായ ഭരണാധികാരിയായിരുന്നു. തെക്കേ ഇന്ത്യയിൽ ആക്രമണം നടത്തിയ ഗുപ്ത ഭരണാധികാരിയാണ്. വീണവായനയിൽ തൽപരനായിട്ടുള്ള ഗുപ്ത രാജാവാണ്. ഇന്ത്യൻ നെപ്പോളിയൻ എന്നറിയപ്പെടുന്നു. സമുദ്രഗുപ്തനെ ഇന്ത്യൻ നെപ്പോളിയൻ എന്ന് വിശേഷിപ്പിച്ച് വിൻസെൻ്റ് സ്മിത്ത് ആണെന്ന് ഓർക്കുക. നാണയങ്ങളിൽ വീണ വായിക്കുന്ന പ്രത്യക്ഷപ്പെട്ട ഗുപ്ത രാജാവാണ് സമുദ്രഗുപ്തൻ. യൂപ്പ എന്ന പ്രത്യേക ശൈലിയിലുള്ള സ്വർണ്ണ നാണയം പുറത്തിറക്കിയ രാജാവാണ്. അലഹബാദ് ശാസനത്തിൽ നിർമ്മാതാവായ സമുദ്രഗുപ്തൻ്റെ പ്രശസ്തനായിട്ടുള്ള മന്ത്രിയാണ് ഹരിസേനൻ. സമുദ്രഗുപ്തനെ വിളിച്ചത് മറ്റൊരു പേരാണ് 100 യുദ്ധങ്ങളുടെ നായകനെന്ന്. 100 യുദ്ധങ്ങളുടെ നായകനെന്ന് സമുദ്രഗുപ്തനെ വിളിച്ചത് ഹരിസേനാണ്. അതുപോലെ സമുദ്രഗുപ്തൻ്റെ സമകാലീനായിരുന്ന ശ്രീലങ്കൻ രാജാവ് മേഘവർണ്ണനായിരുന്നു. ദേവന്മാർക്ക് തുല്യൻ എന്ന വിശേഷണമുള്ള രാജാവും സമുദ്രഗുപ്തനാണ്. കവിരാജ എന്നറിയപ്പെടുന്ന ഗുപ്ത രാജാവും ആര് തന്നെയാണ്? സമുദ്രഗുപ്തൻ തന്നെയാണ്. അപ്പോൾ നമ്മൾ വേറെ ആരെക്കുറിച്ച് നോക്കി? ചന്ദ്രഗുപ്തൻ ഒന്നാമനെക്കുറിച്ച് നോക്കി. ഗുപ്ത രാജവംശത്തിലെ ആദ്യ പ്രധാന രാജാവാണ് ചന്ദ്രഗുപ്തൻ ഒന്നാമൻ. ഗുപ്ത രാജവംശത്തിലെ യഥാർത്ഥ സ്ഥാപകരെന്നും ചന്ദ്രഗുപ്തൻ ഒന്നാമൻ അറിയപ്പെടുന്നു. ചന്ദ്രഗുപ്തൻ ഒന്നാമൻ അധികാരത്തിൽ വന്നത് AD 320 ഗുപ്തവർഷം ആരംഭിച്ച ഭരണാധികാരി ചന്ദ്രഗുപ്തൻ ഒന്നാമനാണ്. അതുപോലെ നമ്മൾ ഗുപ്ത രാജവംശത്തെക്കുറിച്ച് നോക്കി. ഗുപ്ത രാജവംശ സ്ഥാപകൻ ശ്രീഗുപ്തനാണ്. ഗുപ്ത സാമ്രാജ്യ സ്ഥാപകൻ ചന്ദ്രഗുപ്തൻ ഒന്നാമനാണ്. ഗുപ്തന്മാരുടെ ഔദ്യോഗിക ഭാഷ സംസ്കൃതമാണ്. ഗുപ്തന്മാരുടെ ഔദ്യോഗിക മുദ്ര ഗരുഡനാണ്. ഗുപ്തന്മാരുടെ തലസ്ഥാനം പ്രയാഗാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഗുപ്ത രാജവംശത്തെക്കുറിച്ചിട്ടാണ് നോക്കിയത്. ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. HSC സോഷ്യൽ സയൻസിന് വേണ്ടിയുള്ള വാട്സപ്പ് ഗ്രൂപ്പിൽ താല്പര്യമുള്ളവർക്കൊക്കെ ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണാം. താങ്ക് യു സോ മച്ച്.